മക്കളെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അയക്കാൻ പോകുകയാണ്. സോ ഞാൻ രണ്ട് വ്യത്യസ്ത രീതിയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അയക്കുകയാണ്. ഒന്നെന്താണ്, ഇവിടെയാണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ, നേരെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യാൻ പോവുകയാണ് വിത്ത് എ വെലോസിറ്റി v എന്ന വെലോസിറ്റിയിൽ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തിരിക്കുന്നത് ഞാൻ q എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് b എന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അയക്കുകയാണ്. ഇവിടെയും അതുപോലെ പോസിറ്റീവ് ചാർജ് ആണ്, q എന്ന ചാർജ് ഉണ്ട്, b എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഞാൻ v എന്ന വെലോസിറ്റിയിൽ ഇതിനെ സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ രണ്ട് രീതിയിലും പ്രത്യേകതയുണ്ട് അല്ലേ, രണ്ട് ഡിഫറെന്റ് സെനാരിയോസ് ആണത്. ഈ സെനാരിയോ എന്താണ്? ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാർജിനെ v എന്ന വെലോസിറ്റി അയക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, തീറ്റ എന്ന ആംഗിൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആക്ട് ചെയ്യുന്നത്. ഒന്നെന്താണ്, ചാർജ് വരുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. സോ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പെർപെൻഡിക്കുലർ ആണ്, v പെർപെൻഡിക്കുലർ ടു b ആണ്. വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. ഇവിടെയാണെങ്കിലോ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര ആംഗിൾ ആണ്? തീറ്റ എന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ തീറ്റ എന്ന ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു F വിച്ച് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം F വിച്ച് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. എന്താ മക്കളെ? VB സൈൻ തീറ്റ. ഈ തീറ്റ എന്താണ്? വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്, മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്താണ്? തീറ്റയാണ്. സോ ഈ കേസിൽ തീറ്റ 90 ഡിഗ്രി ആണ്, ഇവിടെ ആണെങ്കിൽ തീറ്റയ്ക്ക് മറ്റൊരു വാല്യൂ ആണ്. ശരി, നോക്ക്, ഇവിടെയാണെങ്കിൽ മാക്സിമം ഫോഴ്സ് കിട്ടുന്നത് എപ്പോഴാണ്? തീറ്റയുടെ വാല്യൂ 90 ആകുമ്പോൾ സൈൻ 90 നമുക്ക് എന്ത് കിട്ടും? മാക്സിമം വാല്യൂ കിട്ടും അല്ലേ, 1 കിട്ടും. മാക്സിമം വാല്യൂ എത്രയാണ്? 1 കിട്ടും. സൈൻ 90 1 കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് എത്ര കിട്ടും? F which is equal to the maximum magnetic force which is equal to QVB എന്ന് കിട്ടും. QVB ആണ് മാക്സിമം ഫോഴ്സ്. ഈ രീതിയിൽ അയക്കുമ്പോൾ മാക്സിമം ഫോഴ്സ് കിട്ടും. ഈ രീതിയിൽ അയക്കുമ്പോഴത്തേക്കും ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? QVB സൈൻ തീറ്റ എന്നാണ്. തീറ്റന്റെ വാല്യൂ, അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ വിയും വെക്ടർ ബിക്കും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. സോ ഈ രണ്ട് സിറ്റുവേഷനെ നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കാൻ പോണത്. ആദ്യം നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് മനസ്സിലാക്കും. ഇതാണ് ഫസ്റ്റ് പഠിക്കാൻ പോണത്. അതിനുശേഷം നമ്മൾ ഈ സിറ്റുവേഷനെ പറ്റി ചർച്ച ചെയ്യും. സോ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനെ പറ്റി മാത്രമാണ്. അതായത് ഇവിടെ ചാർജ് മാഗ്നറ്റിക് ഫീൽഡ്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കറിയാം അവിടെ ഉറപ്പായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? QVB ആണ്. ഇവിടെ സൈൻ തീറ്റ പറയേണ്ട ആവശ്യമില്ല, സൈൻ 91 ആണ്. ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? ശരി, നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ് ചെയ്ത Q എന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഞാൻ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആണെങ്കിൽ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. B എന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നേ? നിങ്ങൾ പറയും സർ ഇത് ഇൻടു ദ പ്ലെയിൻ ആണ്, പ്ലെയിനിന്റെ ഉള്ളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ ചാർജിന് വെലോസിറ്റി ഉണ്ട്, ഞാൻ ചാർജിനെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ പോവുകയാണ്. സോ ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു മക്കളെ? മൂവ് ചെയ്തു. ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് V എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. Q എന്ന ചാർജ് അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. നോക്ക്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് വെലോസിറ്റി. ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. കണ്ടോ, ഇൻടു ദ പ്ലെയിൻ ആണ്. ഇത് എങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ശരിയാണോ? എങ്ങനെ രീതി വന്നാലും 90 ഡിഗ്രി ആയിരിക്കും, കാരണം ഇത് ഇൻടു ദ പ്ലെയിൻ ആണ്. സോ ഇൻടു ദ പ്ലെയിൻ ആണ്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിലേക്ക് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ.
സോ സ്ട്രെയിറ്റ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് നേരെ വരികയാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നേരെ വന്ന് ഈ പേപ്പറിലേക്ക് വീഴുകയാണ്. സോ ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായി ഫോഴ്സ് ആക്ട് ചെയ്യും. ഇവിടെ 90 ഡിഗ്രി ആണ് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് മാക്സിമം ഫോഴ്സ് ഉണ്ടാകും. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സാർ ഫോഴ്സിന്റെ വാല്യൂ ഞങ്ങൾക്കറിയാം, അത് QVB ആണ്. സൈൻ തീറ്റ പറയേണ്ട ആവശ്യമില്ല, QVB ആണ്. ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ശരി, സമ്മതിച്ചു, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേടാ ഡയറക്ഷൻ എങ്ങനെയാ പറയുന്നത്? അപ്പൊ നിങ്ങൾ പറയും സാർ ഞങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. എന്ത് ചെയ്യും? ആ മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, ശരിയാണോ? മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഫോർ ഫിംഗർ വെലോസിറ്റി, വെലോസിറ്റി എങ്ങനെയാണ്? ഫോർ ഫിംഗർ വെലോസിറ്റി തരും. അതുപോലെ തമ്പ് ഫോഴ്സ് തരും. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. സോ ചാർജ് ഇങ്ങോട്ട് വരികയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്, ഇങ്ങോട്ടേക്ക് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യും? ആ ചാർജിലേക്ക് താഴേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. വെലോസിറ്റിയെ താഴേക്ക് പിടിച്ച് തള്ളും. കണ്ടോ? ഇങ്ങനെ പോകുന്ന വെലോസിറ്റിയെ താഴേക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് കൊടുക്കും. സോ വെലോസിറ്റി എന്ത് ചെയ്യും മക്കളെ? നോക്ക്, ഇങ്ങനെ വരികയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, വെലോസിറ്റി ഇങ്ങനെയാണ്. സോ ഇങ്ങനെ വരുമ്പോൾ ഫോഴ്സ് എങ്ങോട്ട് കിട്ടും? ഇങ്ങോട്ട് കിട്ടും. സോ ബോഡി എങ്ങോട്ട് പോകാൻ നോക്കും? ബോഡി ചരിയും. നേരെ പോകുന്ന ബോഡി എന്ത് ചെയ്യും? ചരിയും. സോ ബോഡി എന്ത് ചെയ്തു? ചരിഞ്ഞു. കണ്ടോ? ബോഡി നേരെ പോയ ബോഡി എന്ത് ചെയ്തു? ചരിഞ്ഞു. കേട്ടോ? വെലോസിറ്റി ചരിഞ്ഞു. കേട്ടോ? ഇങ്ങനെ പോയ വെലോസിറ്റി ആയിരുന്നു, വെലോസിറ്റി ഇങ്ങനെയാണ് പോയത്, ആ വെലോസിറ്റി എന്ത് ചെയ്തു? ചരിഞ്ഞു. വെലോസിറ്റി ചരിഞ്ഞു. അപ്പൊ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ വെലോസിറ്റി വീണ്ടും ചരിയും. ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, വെലോസിറ്റി വീണ്ടും ചരിയും. ഫോഴ്സ് നോക്കി, എപ്പോഴും ഫോഴ്സ് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. സോ വെലോസിറ്റി ഇങ്ങോട്ട് പോകുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? അതിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യും, വെലോസിറ്റി ചരിയും. ബോഡി ഇങ്ങനെ പോകുന്ന ബോഡിയെ ഒരാൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യും? വെലോസിറ്റി എന്ത് ചെയ്യും? ചരിയും. ഇങ്ങോട്ട് പോകുന്ന ബോഡിയെ വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ പിടിച്ച് വലിക്കാൻ പോവാണ്, ചരിയും. അങ്ങനെ കണ്ടിന്യൂസ് ചരിവ് 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 ചരിവ്. അതിന്റെ മീനിങ് എന്താണ്? അതിങ്ങനെ ചരിഞ്ഞരിഞ്ഞ് സർക്കുലാർ മോഷൻ കാണിക്കും. എന്ത് മോഷൻ കാണിക്കും? അത് സർക്കുലാർ മോഷൻ കാണിക്കും. കണ്ടോ? അത് സർക്കുലാർ മോഷൻ കാണിക്കും. സോ ഈ ബോഡി സർക്കുലാർ മോഷൻ കാണിക്കും. എന്തുകൊണ്ടാ? അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ്, ഇത് വെലോസിറ്റിയാണ്, വെലോസിറ്റി ഇവിടെ ഇങ്ങനെയാണ്. ആ വെലോസിറ്റിയെ എന്ത് ചെയ്യും? ഈ ഫോഴ്സ് എങ്ങോട്ട് പിടിച്ച് തള്ളും? താഴേക്ക് പിടിച്ച് വലിക്കും, താഴേക്ക് വാടാന്ന് പറയും. സോ വെലോസിറ്റി ചരിയും, വെലോസിറ്റി ചരിയും. ആ ചരിഞ്ഞ വെലോസിറ്റി എന്ത് ചെയ്യും നോക്കളേ? ചരിഞ്ഞാണ്ടോ? നേരെ പോണ്ട വെലോസിറ്റി ചരിഞ്ഞു. ഈ ഫോഴ്സ് എന്ത് ചെയ്യും? അതിന് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യാണ്, ആ ഫോഴ്സ് ചരിക്കും. അപ്പം വെലോസിറ്റി വീണ്ടും ചരിയും. ആ വെലോസിറ്റിയെ ഫോഴ്സ് വീണ്ടും ആക്ട് ചെയ്യുകയാണ്. കണ്ടോ? വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ശരിയാണോ? വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ചരിഞ്ഞ് എന്ത് മോഷൻ കാണിക്കും? ഇത് സർക്കുലാർ മോഷൻ കാണിക്കും. എന്ത് മോഷൻ കാണിക്കും? സർക്കുലാർ മോഷൻ കാണിക്കും. എന്ത് സർക്കുലാർ മോഷൻ കാണിക്കും? യൂണിഫോം സർക്കുലാർ മോഷൻ കാണിക്കും. യൂണിഫോം സർക്കുലാർ മോഷൻ. അവൻ പറഞ്ഞു തന്നേ, ഒരു ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ വി എന്ന വെലോസിറ്റിയിൽ ചാർജിൽ പാർട്ടിക്കിൾ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണിത്. സപ്പോസ് ഞാൻ പറയുകയാണ്, പഠിക്കാൻ വേണ്ടി പറയുകയാണ്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണെന്ന് കരുതിക്കോ. അത് വി എന്ന വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്തു? ചാർജ് പാർട്ടിക്കിൾ വന്ന് പ്രവേശിച്ചു. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും, കണ്ടിന്യൂസ് ഫോഴ്സ് ആക്ട് ചെയ്യും. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ വളഞ്ഞു പോകും, വെലോസിറ്റി വളഞ്ഞു പോകും. നേരെ പോകേണ്ട വെലോസിറ്റി ആയിരുന്നു, അതിലേക്ക് ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി, അതിലേക്ക് ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി. കണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആക്ടിന്റെ ഫലമായിട്ട് വെലോസിറ്റി വളഞ്ഞ് എന്ത് കാണിച്ചു തുടങ്ങി? അത് സർക്കുലാർ മോഷൻ കാണിക്കും. അപ്പൊ എന്ത് മോഷനാണ്? യൂണിഫോം സർക്കുലാർ മോഷൻ കാണിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ ഇവിടെ പ്രവേശിക്കാൻ പോവുകയാണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കയറാൻ പോവുകയാണ്. സോ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ചാർജ് എന്ത് മോഷൻ കാണിക്കും? ആ മോഷൻ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ഷോ യൂണിഫോം സർക്കുലാർ മോഷൻ. അത് യൂണിഫോം സർക്കുലാർ മോഷൻ കാണിക്കും. ഇത്ര കാര്യം മനസ്സിലായോ? പറഞ്ഞുതരാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്.
ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ചാർജ് പാർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഇതെന്ത് മോഷൻ കാണിച്ചു തുടങ്ങും? സർക്കുലർ മോഷൻ കാണിച്ചു തുടങ്ങും. കാരണം എന്താണ് മക്കളെ സർക്കുലർ മോഷൻ ഉണ്ടാവാൻ കാരണം? ഇവിടെ വെലോസിറ്റി ആണെന്ന് പറയുന്നത് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. സാധാരണ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ ആ ബോഡിയെ പിടിച്ച് തള്ളാൻ പോവുകയാണ്, ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. സോ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടാണ് ബോഡി മൂവ് ചെയ്യേണ്ടത്. ഒരേ ഒരു കേസിൽ മാത്രമാണ് ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ആ വെലോസിറ്റി, ആ ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ. എന്താണ്? സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ആ സെൻട്രലിലേക്ക് കൊടുക്കുന്ന ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞത് ആർക്ക് സമാനമാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സിന് സമാനമാണ്. കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും എങ്ങനെയാണ് മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാഗ്നറ്റിക് ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. സോ ഈ രണ്ട് സെനാരിയോയും ഒരുപോലെയാണ്, അതായത് ഈ രണ്ട് സിറ്റുവേഷനും ഒരുപോലെയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്, മാഗ്നറ്റിക് ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇവിടെ ഫോഴ്സും വെലോസിറ്റിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഫോഴ്സിനും വെലോസിറ്റിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന് സമാനമായ ഫോഴ്സ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാൻ പറ്റും? ആ മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ബോഡി എന്ത് ചെയ്യും? സെൻട്രിപെറ്റൽ ഫോഴ്സ് സമാനമായ യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. സോ ഫോഴ്സ് കാരണം ബോഡി എന്ത് മോഷൻ കാണിക്കുന്നേ? യൂണിഫോം സർക്കുലർ മോഷൻ. ഇനി ഇതിന്റെ ഡയറക്ഷൻ ചോദിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ ചോദിക്കും. എങ്ങനെ ചോദിക്കാം? ഒരു പോസിറ്റീവ് ചാർജ് ആണ്, അത് ഇൻടു ദ ഫീൽഡിലേക്ക് കയറാൻ പോവാണ്, ഇൻടു ദ ഫീൽഡ് പോസിറ്റീവ് ചാർജ് കയറാൻ പോവാണ്. സോ പോസിറ്റീവ് ചാർജ് ഇൻടു ദ ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. സോ റൊട്ടേഷൻ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ്. സോ പോസിറ്റീവ് ചാർജ് നോക്ക മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറുകയാണ്, ഇൻടു ദ പ്ലെയിനിലേക്ക് കയറാൻ പോവുകയാണ്. പോസിറ്റീവ് ചാർജ് ഇൻടു ദ പ്ലെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ അത് റൊട്ടേറ്റ് ചെയ്യും. കാര്യം മനസ്സിലായോ? ആൻഡ് ഇത് കാണാൻ പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫീൽ മനസ്സിലായാൽ മതി. പരീക്ഷയ്ക്കാണെങ്കിൽ വരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അല്ലെങ്കിൽ പറയണം പോസിറ്റീവ് ചാർജ് ഇന്ന് ഇൻടു ദ പ്ലെയിൻ ആണ്, അതും പോസിറ്റീവ് ആണ് തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ്. നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എന്ന് അറിയാം, ശരിയല്ലേ? എല്ലാം പോസിറ്റീവ്. സോ പോസിറ്റീവ് ചാർജ് എന്താണ് നമ്മളുടെ ഇൻടു ദ പ്ലെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ, എങ്ങനെയാണെങ്കിലും എന്തായിരിക്കും? ആന്റി ക്ലോക്കസ്. ഏത് ഡയറക്ഷൻ ആണെങ്കിലും ആന്റി ക്ലോക്കസിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തെ മൂവ് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ മക്കളെ, അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേടാ, പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് Q എന്നൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരികയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻടു ദ പ്ലെയിൻ ആണ്. അങ്ങനെയെങ്കിൽ Q എന്ന ചാർജ്, പോസിറ്റീവ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ്. എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസിൽ. എങ്ങോട്ടാ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ വരും. ചാർജ് തന്നെ ഇങ്ങനെ വരാൻ പോവുകയാണ്. Q എന്ന ചാർജ്, പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വരികയാണ്. അതിലേക്ക് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? താഴേക്ക് ഫോഴ്സ് ആക്ട് ഉണ്ടോ? ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ താഴേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. അതെന്ത് ചെയ്യും? വളയും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വളവുകൾ എന്ത് ചെയ്യും? ഇതിനെ ക്രിയേറ്റ് ചെയ്യും. സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യും. മോഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ്. ഇനി ഞാൻ ചോദിക്കുകയാണ് മക്കളെ, ചാർജ് നെഗറ്റീവ് ആണെങ്കിലോടാ? ചാർജ് നെഗറ്റീവ് Q ആണെങ്കിലോ? ഇത് നെഗറ്റീവ് Q ആണ്. നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് Q എന്ന ചാർജ് വരികയാണ്. സോ അങ്ങനെ അത് മൂവ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? ചാർജ് മൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ വെലോസിറ്റി.
സോ വെലോസിറ്റി ഇങ്ങനെയാണ്. വെലോസിറ്റി എന്താണ്? ആ വെലോസിറ്റി ഇതാണ് അല്ലേ? വെലോസിറ്റി ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഇൻടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ ഇൻടു ദ പ്ലെയിൻ. വെലോസിറ്റി ഇങ്ങോട്ട്. ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യണം. പോസിറ്റീവ് ചാർജിലാണ് ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജിലാണെങ്കിലോ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. സോ ഇങ്ങോട്ട് പോകുന്നതിനെ മുകളിലേക്ക് പുഷ് ചെയ്യും, പുഷ് ചെയ്യും, പുഷ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് പുഷ് എന്തിന് കാരണമാകും? അത് ക്ലോക്ക് വൈസിൽ കറങ്ങാൻ കാരണമാകും. സോ നെഗറ്റീവ് ചാർജ് ഇൻടു ദ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസിൽ കറങ്ങും. ഇവിടെയാണെങ്കിലോ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു ഈ കോൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ഇൻടു ദ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അത് ആന്റി ക്ലോക്ക് വൈസും, അതുപോലെ നെഗറ്റീവ് ചാർജ് ഇൻടു ദ മാഗ്നറ്റിക് ഫീൽഡിൽ കയറുമ്പോൾ എന്ത് സംഭവിക്കും? അത് ക്ലോക്ക് വൈസും. ശ്രദ്ധിക്കണം, ഈ രണ്ട് സെനാരിയോയിലും, ഈ രണ്ട് സിറ്റുവേഷനിലും ആ വെലോസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. സോ വി പെർപെൻഡിക്കുലർ ടു ബി ആണ്. സോ ഈ കണ്ടീഷൻ വരുമ്പോഴാണ് ചെയ്യുന്നത് അത് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കുന്നത്. അത് ക്ലോക്ക് വൈസിലും കാണിക്കാം, ആന്റി ക്ലോക്ക് വൈസിലും കാണിക്കാം. ഇൻടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ് രണ്ട് കേസിലും. ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ആയിരുന്നു, മറുഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആയിരുന്നു. സോ ചാർജിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച്, സൈൻ മാറുന്നതനുസരിച്ച് ഒരു ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിയ സിറ്റുവേഷൻ എന്തായിട്ട് മാറി? ഇവിടെ ക്ലോക്ക് വൈസിലേക്ക് മാറി. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ശരി മക്കളെ, അങ്ങനെയെങ്കിൽ നമുക്കിനി മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രോപ്പർട്ടി പറ്റി ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നോക്കൂ മക്കളെ, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സിൽ ആദ്യം പറയാനുള്ളത് ആക്ട്സ് ഓൺലി ഓൺ മൂവിംഗ് ചാർജസ്. സോ മൂവ് ചെയ്യുന്ന ചാർജിൽ മാത്രമേ ആര് ആക്ട് ചെയ്യുള്ളൂ? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. ഞാൻ മാഗ്നറ്റിക് ഫോഴ്സിന് പകരമാണെങ്കിൽ ഞാൻ എഫ് എം എന്ന് പറയാൻ പോവാണ്. ഇതാണ് എഫ് എം. മനസ്സിലാവാൻ വേണ്ടി മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യു വി ബി ആണ്. സോ ക്യു വി ബി സൈൻ തീറ്റയാണ്. ഇത് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ക്യു വി ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വെലോസിറ്റിയുടെ വാല്യൂ 0 ആണ് എങ്കിൽ, വെലോസിറ്റിയുടെ വാല്യൂ 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആയിട്ട് മാറും, 0 ആയിട്ട് പോകും. മാഗ്നറ്റിക് ഫോഴ്സ് എവിടെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുന്ന, അതായത് വെലോസിറ്റിന്റെ വാല്യൂ 0 അല്ലാത്ത ചാർജിൽ മാത്രമേ ആക്ട് ചെയ്യുകയുള്ളൂ? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുകയുള്ളൂ. അടുത്ത പ്രോപ്പർട്ടിയാണ് the force acting perpendicular to both velocity of the charge and magnetic field. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് F magnetic force which is equal to Q into V cross B ആണ്. അവിടെ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. നമുക്കറിയാം പാർട്ടിക്കിളിന്റെ സ്പീഡ് അല്ല, ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് കാരണം വെലോസിറ്റി ഇങ്ങനെ പോണ വെലോസിറ്റിയെ ഫോഴ്സ് താഴേക്ക് പിടിച്ച് വലിച്ചതിന്റെ ഫലമായിട്ട് അതിന്റെ ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഫോഴ്സും വെലോസിറ്റിയും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഫോഴ്സ് ഒരിക്കലും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോഴ്സും വെലോസിറ്റിയും ഒരേ ഡയറക്ഷനായിരിക്കണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം, എങ്കിൽ മാത്രമേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇവിടെ ആര് മാത്രമേ ചേഞ്ച് ചെയ്യുകയുള്ളൂ? ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുകയുള്ളൂ. ആര് ചേഞ്ച് ചെയ്യുകയില്ല? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയില്ല. സോ അതിന്റെ മീനിങ് എന്താണ്? നോക്ക്, ഇവിടെ വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സും എങ്ങനെയാണ്? 90 ഡിഗ്രി ആണ്. അവയ്ക്കിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതായത് വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ്. അതായത് വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്. ഇവിടെ എഫും എസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? എഫും എസും, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ കോസ് 90 എന്നിട്ട് മാറും കോസ് 90 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സോ വർക്കിന്റെ വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? വർക്കിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ വർക്കിന്റെ വാല്യൂ ഇവിടെ 0 ആയിട്ട് മാറി. എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ കഴിയുകയില്ല. വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാവുകയുള്ളൂ. കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ശരിയാണോ?
വർക്ക് ചെയ്താൽ മാത്രമേ എനർജി ചേഞ്ച് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയാലും കൈനറ്റിക് എനർജി ആയാലും ടോട്ടൽ എനർജി ആണെങ്കിലും മാറുകയുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ വർക്കിന്റെ വാല്യൂ എത്രയാണ്? മാഗ്നറ്റിക് ഫോഴ്സിന് യാതൊരു തരത്തിലുള്ള വർക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ വർക്ക് എപ്പോഴും 0 ആയിരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വർക്ക് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കി, നമ്മുടെ തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. മാഗ്നറ്റിക് ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ സ്പീഡിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സ്പീഡ് ചേഞ്ച് ചെയ്യത്തില്ല. പകരം വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇറ്റ് ഓൺലി ചേഞ്ചസ് ദ ഡയറക്ഷൻ. ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ എത്രയാണ്? ഇറ്റ് ഡസ് നോ വർക്ക്. അപ്പോൾ ഒരിക്കലും അത് വർക്ക് ചെയ്യുകയില്ല. സോ വർക്ക് ചെയ്യണമെങ്കിൽ കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാവണം. വർക്ക് എനർജി തിയറം പറഞ്ഞ എന്താണ്? വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. സോ വർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഒരിക്കലും കൈനറ്റിക് എനർജിയുടെ വാല്യൂ കൂട്ടുമോ? ഇല്ല. സ്പീഡിന്റെ വാല്യൂ കൂട്ടുമോ? ഇല്ല. കിടന്ന് കറങ്ങുന്ന കോൺസ്റ്റന്റ് സ്പീഡ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. യൂണിഫോം സർക്കുലർ മോഷനാണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരി, അടുത്ത പോയിന്റ് ആണ്, the force is maximum when the velocity and the magnetic field are perpendicular. So maximum force value നമ്മൾ പറഞ്ഞതാണ്. maximum force value എത്രയാണ്? maximum force which is equal to QVB ആണ്. where theta which is equal to എത്രയാണ്? 90 ഡിഗ്രി വരുമ്പോൾ. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ്, force will be 0 when they are parallel or anti-parallel. So തീറ്റന്റെ വാല്യൂ, തീറ്റ എന്താണ്? വെക്ടർ വിയും വെക്ടർ ബിക്കും ഇടയിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 180 ഡിഗ്രിയോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാകും അവിടെ ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് ഒന്നുകൂടെ മാറ്റി പറയാം. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കി, നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. F which is equal to QVB sin theta. ഇവിടെ തീറ്റന്റെ വാല്യൂ 0 ഡിഗ്രിയോ 180 ഡിഗ്രിയോ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോഴ്സിന്റെ വാല്യൂ എന്നിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ ആന്റി പാരലൽ ആയിട്ടോ വെലോസിറ്റി വരികയാണ്. സോ ചാർജ് ഒന്നുകിൽ ഇങ്ങനെയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടോ ആന്റി പാരലായിട്ടോ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ ചാർജ് ഇങ്ങനെയോ അല്ലെങ്കിൽ ചാർജ് ഇങ്ങനെയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. ഫോഴ്സിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ്, ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഈസ് ഗിവൺ ബൈ F which is equal to Q into V cross B. So magnetic force in the vector equation ഇതാണ്. Which causes circular motion. ഈ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം എന്ത് മോഷൻ ഉണ്ടാവും? അത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് സമാനമാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന് സമാനമാണ്. അപ്പം ഇതെന്തുണ്ടാക്കും? അത് യൂണിഫോം സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യും. സോ മാഗ്നറ്റിക് ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സിന് സമാനമാണ്. അത് യൂണിഫോം സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യും. കാര്യം സെൻട്രിപെറ്റൽ ഫോഴ്സിലും ഫോഴ്സും വെലോസിറ്റിയും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി പറയാനുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ഈ 6 പ്രോപ്പർട്ടീസ് നമുക്ക് നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി ഒരു ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.